സിദ്ധു അബിക്കുള്ള ഭക്ഷണവുമായി വന്നതായിരുന്നു. ഭക്ഷണം ടേബിളിൽ വെച്ച് അവൻ അബിയെ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച ശേഷം താങ്ങി പിടിച്ച വാഷ്റൂമിലാക്കി. കുറച്ചു നേരം കഴിഞ്ഞു അവളെ താങ്ങി പിടിച്ചു തിരികെ ബെഡിലിരുത്തി. കൈ ഒടിഞ്ഞതു മുതലുള്ള അവൻ്റെ കരുതലും സ്നേഹവും കണ്ട് അബി ഫുൾ ഹാപ്പിയിലാണ്. ഇത്തിരി വേദന സഹിച്ചാലെന്താ, ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞു തൻ്റെ മുന്നിലിരിക്കുന്നവനെ വായി നോക്കാൻ തുടങ്ങി. അവളുടെ നോട്ടം കണ്ട സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. നീ എന്താടി, ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അതെന്താ മനുഷ്യ അങ്ങനെ ഒരു ടോക്ക്? എനിക്കെൻ്റെ കെട്ടിയോനെ നോക്കാൻ പാടില്ലേ? ഇത് നോട്ടമല്ല, ഒരുമാതിരി ചോര ഊറ്റി കുടിക്കലാ. ഓഹ്, അതിനെന്താ, എൻ്റെ അല്ലേ? അത് കേട്ടതും അവൻ്റെ മുഖം വിടർന്നത് അവൾ ശ്രദ്ധിച്ചു. അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അത് കേട്ടതും സിദ്ധു ഒന്നും മിണ്ടിയില്ല. എങ്കിലേ എന്നോട് പറ, അബി പ്രത്യേക താളത്തിൽ പറഞ്ഞു. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ അതങ്ങ് പറഞ്ഞേക്ക് മനുഷ്യ. എന്തോന്നാടി? അപ്പോൾ നിങ്ങൾ മോഹൻലാലിൻ്റെ ഹിറ്റ് മൂവീസ് ഒന്നും കണ്ടിട്ടില്ല? ഞാൻ മലയാളം മൂവിയെ കാണാറില്ല. ഓ, പിന്നെ നിങ്ങൾ വലിയ സായിപ്പിൻ്റെ കൊച്ചുമോനാണല്ലോ. ശരി, അങ്ങനെയാണല്ലേ, നമുക്ക് മാറ്റി പിടിച്ചേക്കാം. കഹോ നാ പ്യാർ ഹേ സിദ്ധു ഏട്ടാ? मैंने प्यार किया तो डरना क्या? मुझे बताओ, मैं तुमसे प्यार करता हूँ. കീളി പോയാൽ എന്താ ചെയ്യുക? സിദ്ധു ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നിട്ട് അബി വിടാൻ തയ്യാറല്ല. ശരി, എങ്കിലേ ഇങ്ങനെ പറ. എനക്ക് ഉന്നെ ரொம்ப പിടിക്കും. അനാ ഞാൻ ഉന്നെ കാതലിக்கிறேൻ. അല്ലെങ്കിൽ ഹേളി സിദ്ധു ഏട്ടാ, ഞാനു നിന്നു പ്രീതി സുക്തേനെ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഹോ, ഇന്നലെ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. എന്നാ കേട്ടോ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു മാനുഷിക പരിഗണന, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഈ കഞ്ഞിയും കുടിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. അത് കേട്ടതും അബിയുടെ മുഖം വാടി. ഉള്ളിൽ വിരിഞ്ഞ സന്തോഷമൊക്കെയും പെട്ടെന്ന് അപ്രതീക്ഷമായതുപോലെ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ബെഡിൽ മിണ്ടാതെയിരുന്നു. ഇതാ കഞ്ഞി കുടിക്ക് എന്നും പറഞ്ഞ് അവൾക്ക് നേരെ ഒരു സ്പൂൺ കഞ്ഞി നീട്ടിയതും അവൾ ചോദിച്ചു, ഇങ്ങനെ ഏത് നേരവും കഞ്ഞി തരാൻ ഞാൻ എന്താ തളർവാദം വന്ന് കിടപ്പിലാണോ? എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട, ബിരിയാണി മതി. നിനക്ക് തോന്നുന്നത് കഴിക്കാനേ ഇത് 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. വേണേ കഴിക്കുക, ഇല്ലെങ്കിലേ ഇന്ന് മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും എന്നും പറഞ്ഞ് അവൾക്ക് നേരെ വീണ്ടും സ്പൂണിൽ കഞ്ഞി നീട്ടിയതും അവൾ അവനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇടത് കൈകൊണ്ട് പ്ലേറ്റ് വാങ്ങി മടിയിൽ പ്ലേറ്റ് വെച്ച് കഷ്ടപ്പെട്ട് സ്പൂൺ ഇടത് കൈ പിടിച്ചു കഞ്ഞി കുടിക്കാൻ തുടങ്ങി. കഞ്ഞിയെങ്കിൽ കഞ്ഞി, പെട്ടെന്ന് കൈ ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം ഈ കടുവയെ ഒരു പാഠം പഠിപ്പിക്കാൻ. മാനുഷിക പരിഗണനയാണത്രേ. അബി മനസ്സിൽ സിദ്ധുവിനെ പ്രാഗുവാണ്. അതിനിടയിൽ കുടിക്കുന്ന കഞ്ഞിയൊക്കെ കഴുത്തിടുക്കിലൊക്കെ ഉറ്റിപ്പോകുന്നുണ്ട്. മുഖത്ത് വീണ് കിടക്കുന്ന മുടി വായിൻ്റെ ഭാഗത്ത് നിന്ന് അവളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതെന്ത് ശല്യ എന്നും പറഞ്ഞ് തലയൊക്കെ കുലുക്കിയും ഊതിയും മുടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കാൻ നോക്കിയെങ്കിലും മുടിയുണ്ടോ കേൾക്കുന്നു. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് സിദ്ധുവിന് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും പുറത്ത് കാണിക്കാതെ കടിച്ചു പിടിച്ചു നിന്നു. അവൻ അവളുടെ മുടി ചെവിക്കിടയിലായി ഒതുക്കി വെക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുവെങ്കിലും അവൾ അതിനെ അനുവദിക്കാതെ കടുപ്പിച്ച് പറഞ്ഞു, വേണ്ട, എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, എൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞ് അവൾ പ്ലേറ്റ് വെട്ടി വെച്ച് ഇടത് കൈയാലെ മുടി ഒതുക്കി വെച്ച് മുടിയോട് പറഞ്ഞു, അവിടെ അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിലേ വെട്ടി തുണ്ടം തുണ്ടമാക്കും ഞാൻ. ശേഷം അവളുടെ കഞ്ഞിക്കുടി തുടർന്നു. എൻ്റെ ദൈവമേ, ഈ കഞ്ഞിയൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത്? അങ്ങേരെ എൻ്റെ കൈ കിട്ടിയിരുന്നേ. ഏതായാലും കണ്ടുപിടിച്ചു. ആ സ്ഥിതിക്ക് ഇത്തിരി ചിക്കനും സോസും മാഗി ക്യൂബ്സും ഒക്കെ ഇട്ട് ഇത്തിരി വെറൈറ്റി ആയി കണ്ടുപിടിച്ചാൽ പോരായിരുന്നോ? ഇതൊക്കെയും കേട്ട് വായും പൊളിച്ച് നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി പുച്ഛിച്ച് തള്ളി പ്ലേറ്റ് അതുപോലെ വായിലേക്ക് കമഴ്ത്തി സലീം കുമാർ സ്റ്റൈലിൽ ഒറ്റയടിക്ക് കുടിക്കാൻ നോക്കിയതും പകുതിയിലേറെ കഞ്ഞി അവളുടെ ദേഹത്തേക്ക് വീണു. ആകെ ചമ്മി നാറിയെങ്കിലും ഒന്നും സംഭവിക്കാത്ത പോലെ ഒറ്റയ്ക്ക് തന്നെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് സിദ്ധു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഡോറും അടച്ച് അവിടെ നിന്ന് പോയതും അബി ആരോടൊന്നില്ലാതെ പറഞ്ഞു, അല്ല പിന്നെ ഓനോട് എൻ്റെ കളി. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. എന്നോടാ ഓൻ്റെ കളി എന്നല്ലേ? എന്ത് പണ്ടാരം വേണമല്ലോ ആവട്ടെ എന്നും പറഞ്ഞ് അവൻ പോയെന്ന് ഉറപ്പുവരുത്തി അബി തൻ്റെ ടോപ്പിനുള്ളിൽ കൈയിട്ട് അതിനുള്ളിൽ വീണ് കിടക്കുന്ന വറ്റെടുക്കാൻ കിടഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതുപോലെ കഞ്ഞിവെള്ളം കഴുത്തിലൂടെ ഒഴുകി അവിടെ മൊത്തം നനഞ്ഞിട്ടുണ്ട്. അവൾക്കത് ഇറിറ്റേഷൻ പോലെ തോന്നി. പുല്ല്, അത്രയ്ക്കും ആവേശം വേണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഒരു കൈകൊണ്ട് ടോപ്പിലെ പിറകിലുള്ള സിബ് ഊരി ഷോൾഡറിൽ നിന്നും ടോപ്പ് ചെറുതായി വലിച്ച് താഴ്ത്തി തൻ്റെ ഇന്നറിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന വറ്റെടുക്കാൻ നേരമാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഒരു തരം വിറയലോടെ അങ്ങോട്ട് നോക്കിയതും വാതിൽക്കൽ നിൽക്കുന്ന സിദ്ധുവിനെയാണ് കാണുന്നത്. അവനെ കണ്ട ഞെട്ടലിൽ ഒരു കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന ടോപ്പ് മുഴുവനായും താഴേക്ക് ഊർന്നു വീണിരുന്നു.
വെപ്രാളവും പരവേശവും ചമ്മലും എല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. പിന്നെ സ്ഥലകാല ബോധം തിരിച്ചെടുത്ത് ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് മുഖം കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. ഓ ദൈവമേ, ആകെ ചമ്മി നാറി. ഞാൻ ഇത്രയ്ക്കും പൊട്ടിയായിപ്പോയല്ലോ. ആ ഡോറ് ലോക്ക് ചെയ്യാനുള്ള ബുദ്ധി പോലും എനിക്കില്ലാതായിപ്പോയല്ലോ. കടുവ വല്ലതും കണ്ടു കാണോ? അയ്യേ, അഭി മനസ്സിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഡോർ അടയുന്ന ശബ്ദം കേട്ടതും അവൻ പോയോ എന്നറിയാൻ വേണ്ടി അവൾ മെല്ലെ തലയൊന്ന് ചരിച്ചതേയുള്ളൂ. അപ്പോഴാണ് നിശ്വാസച്ചൂട് അവളുടെ മുഖത്തേക്ക് തട്ടുന്നത്. ആളാരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. അഭി പെട്ടെന്ന് മുഖം പിൻവലിച്ചു തൻ്റെ ടോപ്പ് വലിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ നഗ്നമായ തോളിൽ നിശ്വാസം പതിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അഭി കണ്ണടച്ച് അനങ്ങാതെ നിന്നു. അവൻ്റെ കൈകൾ തൻ്റെ ടോപ്പിൻ്റെ സിപ്പിൽ അമരുന്നതും തൻ്റെ കൈക്ക് വേദനിക്കാത്ത രീതിയിൽ അത് തന്നിൽ നിന്നും മുഴുവനായും അടർന്നു പോകുന്നതും അഭി സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈ പിന്നീട് ഇന്നർവെയറിൻ്റെ ഹുക്കിൽ അമർന്നതറിഞ്ഞ അഭി പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സിദ്ധുവേട്ടൻ വേണ്ട. അന്നേരം അവൻ്റെ കണ്ണുകൾ മുഴുവനും തൻ്റെ കണ്ണിൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ അഭി ഒരു നിമിഷം ആ നോട്ടത്തിൽ എല്ലാം മറന്നങ്ങ് നിന്നുപോയി. ഇരുവരുടെയും മിഴികൾ പ്രണയാർദ്രമായിരുന്നു. പിന്നീട് അവൻ്റെ കൈകൾ ഇന്നർവെയറിൻ്റെ ഹുക്കിൽ അമർന്നതോ അത് തന്നിൽ നിന്നും അടർന്നു മാറിയതോ, തൻ്റെ ദേഹം അവൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്തതോ, മറ്റൊരു വസ്ത്രം അവൾ കെട്ടുകൊടുത്തതോ അവൾ അന്നേരം അറിഞ്ഞതേയില്ല. അത്രയ്ക്കും അവൾ അവനിൽ അടിമപ്പെട്ടു പോയിരുന്നു. ഇനിയും നിനക്കറിയണോ എനിക്ക് നിന്നോടുള്ള വികാരം എന്താണെന്ന്? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രമേ അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണോ? അവൻ്റെ സ്വരം അത്രയ്ക്കും ആർദ്രമായിരുന്നു. അത് കാതിൽ പതിഞ്ഞപ്പോഴാണ് അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത്. തൊട്ടു മുൻപ് നടന്ന പ്രവൃത്തികളൊക്കെ ഓർമ്മയിൽ തെളിഞ്ഞതും അഭി അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി. സിദ്ധു അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നെറുകയിൽ ചുംബിച്ചതും അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഇരു കണ്ണിലും കവിളിലും മൂക്കിൻ തുമ്പിലും അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. അവനിപ്പോൾ തൻ്റെ അതരങ്ങളിലെ തേൻ നുകരുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന അഭിക്ക് അവിടെ കിട്ടിയത് കുഞ്ഞു കടിയാണ്. അപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ഇപ്പോൾ കൈ വയ്യാതെ ഇരിക്കുമല്ലേ, തൽക്കാലം ഇത്രയൊക്കെ മതി എന്നും പറഞ്ഞ് അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവളിൽ നിന്ന് അകന്നു മാറിയതും തൻ്റെ കലിപ്പേട്ടൻ്റെ മുഖത്ത് ആദ്യമായി പുഞ്ചിരി കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവളുടെ മുഖമൊന്ന് വിടർന്നു. എന്നാലും ഒരു ഐ ലവ് യുക്ക് ഇത്രയും ഡിമാൻഡോ? അവൻ പോകുന്നത് നോക്കി അഭി വിളിച്ചു ചോദിച്ചു. ആണെന്ന് കൂട്ടിക്കോ. ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞ് നടന്നു നീങ്ങി. അന്നേരം സിദ്ധു തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉയർന്ന ഹൃദയത്താളത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. രാത്രി 11 മണി ആയപ്പോഴാണ് കിഷോർ മുറിയിലേക്ക് വന്നത്. അപ്പോഴേക്കും ലക്ഷ്മി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അത്രയും നേരം അച്ഛനും ചേട്ടന്മാർക്കൊപ്പം ചില ബിസിനസ് ചർച്ചകളിലായിരുന്നു കിഷോർ. പുസ്തകം നെഞ്ചോട് ചേർത്ത് ഉറങ്ങുന്നവളെ കണ്ടതും അവന് മനസ്സിലായി വായിച്ച് ഉറങ്ങിപ്പോയതാണെന്ന്. അവളുടെ അരികിൽ ചെന്ന് കുറച്ചു നേരം ആ മുഖത്തേക്ക് നോക്കി നിന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഇല്ലേ, പാതിര വരെ വായിച്ച് താൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും അവൾ ഉറങ്ങുക. അതോർത്തപ്പോൾ അവനിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒന്ന് ഒതുക്കി വെക്കണമെന്നുണ്ടെങ്കിലും അവൾ ഉണർന്നാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. അവൾ ഇപ്പോഴും പഴയ പോലെ സുന്ദരിയാണെന്ന് അവന് തോന്നി. കണ്ടാൽ 25-കാരിയാണെന്നേ പറയൂ. മൂക്കിക്കിടക്കുന്ന കുഞ്ഞു മൂക്കുത്തി അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടുന്നുണ്ട് എന്നവന് തോന്നി. അതരങ്ങൾക്ക് പനിനീർ പൂവിൻ്റെ നിറമായിരുന്നു. ഇടതൂർന്ന കൺപീലികളും ഭംഗിയുള്ള നാസികയും. ഇനിയും വായി നോക്കി നിന്ന അവൾ ചിലപ്പോൾ എഴുന്നേറ്റ് തന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി അവളിൽ നിന്നും ബുക്കെടുത്ത് മാറ്റി അവളെ നന്നായി പുതപ്പിച്ചു. ശേഷം എന്തെങ്കിലും എഴുതിയാലോ എന്ന് കരുതി അവൻ വാർഡ്രോബ് തുറന്നു താൻ എഴുതി നിർത്തിയിരുന്ന കഥയുടെ ബാക്കി എഴുതാൻ തുടങ്ങി. അതിനിടയിൽ അവൻ്റെ നോട്ടം ലച്ചുവിലേക്ക് വെത്തുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ അവൻ്റെ ആ പ്രവൃത്തി നീണ്ടു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി ഉണർന്നത്. ടേബിളിൻ്റെ മുന്നിലിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയും കുത്തിക്കുറിക്കുകയും ചെയ്യുന്ന അവനെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു. ഇടയിലെപ്പോഴോ കിഷോറിൻ്റെ നോട്ടം വീണ്ടും ലക്ഷ്മിയിൽ പതിഞ്ഞപ്പോഴാണ് അവൾ എഴുന്നേറ്റതും അവളുടെ നോട്ടം മുഴുവനും ഇങ്ങോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ കിഷോർ അന്നേരം ഒന്ന് പതറിയെങ്കിലും പിന്നീട് അത് വിദഗ്ധമായി മറച്ചു പിടിച്ചു എഴുത്ത് നിർത്തി എല്ലാം വാർഡ്രോബിൽ തിരിച്ച് ഭദ്രമായി വെച്ച ശേഷം അത് പൂട്ടി കീ തൻ്റെ പോക്കറ്റിലിട്ട് ലക്ഷ്മിക്കൊരു കുഞ്ഞു ചിരി സമ്മാനിച്ചു. ലച്ചു എഴുന്നേറ്റോ? അല്ല, കിച്ചുവേട്ടൻ എന്തെടുക്കുമായിരുന്നു? എന്തോ കാര്യമായി എഴുതുന്നത് കണ്ടു. ഞാൻ നമ്മുടെ മില്ലിലെ കണക്ക് നോക്കിയായിരുന്നു. അവളൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കിച്ചുവേട്ട, ആ പുസ്തകം ഒന്ന് എടുത്തു തരാവോ? ഇനിയും വായിക്കാനുള്ള പുറപ്പാടാണോ? കുറച്ച് വായിക്കട്ടെ, ഇനി ഉറക്ക് വരാൻ പാടാണ്. പ്രണയം എന്ന നോവൽ കയ്യിലെടുത്ത് അവൾക്ക് നേരെ നീട്ടുമ്പോൾ കിഷോർ ചോദിച്ചു, എൻ്റെ ലച്ചു, ഇത് എത്രാമത്തെ തവണയാണ് നീ ഇത് വായിക്കുന്നത്?
എണ്ണയിട്ടില്ല എന്നും പറഞ്ഞ് അവൾ പുസ്തകം വാങ്ങി. അന്നേരം അവളിൽ കൊച്ചു കുഞ്ഞിൻ്റെ കുറുമ്പ് നിറഞ്ഞിരുന്നുവെന്ന് അവൻ ശ്രദ്ധിച്ചു. ലക്ഷ്മി വായന തുടർന്നു. അന്നേരമാണ് കിഷോർ താൻ ഇട്ടിരിക്കുന്ന തൻ്റെ ഷർട്ടും ബനിയനും ഊരി മാറ്റുന്നത്. അന്നേരം ലക്ഷ്മിയുടെ നോട്ടം ഇടയ്ക്കിടെ തന്നിലേക്ക് പാറി വീഴുന്നതും ഷർട്ടിടാത്ത അവൻ്റെ ദേഹം കണ്ട് അവൾ പുസ്തകം മുഖത്തേക്ക് അടുപ്പിച്ച് പിടിക്കുന്നതും കണ്ടതും കിഷോറിന് ചിരി വന്നെങ്കിലും ഇനി അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതി മാറിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. തിരികെ വന്ന അവന് ലച്ചു ഒരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ച് വീണ്ടും ബുക്കിലേക്ക് മിഴികൾ നട്ടു. ശേഷം അവൻ കഷ്ടപ്പെട്ട് സോഫയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്കെന്തോ നല്ല വിഷമം തോന്നി. എന്നാലും ബെഡിൽ കിടന്നോ എന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. ഉറക്കം വരാഞ്ഞിട്ടാവണം അവൻ ഫോണെടുത്ത് നോക്കാൻ തുടങ്ങിയത്. കിച്ചുവേട്ടാ. അവളുടെ വിളി കേട്ടതും അവൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ലച്ചു? കിച്ചുവേട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അവളുടെ ആ ചോദ്യം കേട്ടതും അവൻ്റെ മുഖം ആദ്യം ഒന്നും വാടുകയാണ് ചെയ്തത്. കാരണം താൻ ആരെയാണോ ഇത്രയും നാൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നത്, ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്, അവളിൽ നിന്ന് തന്നെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു നീറ്റൽ. പിന്നീട് മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല. പിന്നെന്താ കിച്ചുവേട്ടൻ ഇത്രയും നാൾ കല്യാണം കഴിക്കാത്തത്? ഞാൻ കരുതി വല്ല പ്രണയ നൈരാശ്യവും മറ്റും ആവുമെന്ന്. ഇതിപ്പോൾ ആരെയും പ്രണയിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ കാരണം? എൻ്റെ ലച്ചു, എൻ്റെ മനസ്സ് നിറയെ നീയാണെന്നും അവിടെ നിനക്കല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനമില്ലെന്നും നീ അറിയുന്നില്ലല്ലോ ലച്ചു. എന്നിൽ വൈകിയെത്തിയ വസന്തമാണ് ലച്ചു നീ. ആ വസന്തത്തിൽ ഞാൻ ഇന്ന് മതിമറന്നു പോയിരിക്കുകയാണ്. കിഷോർ അവളിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നുകൊണ്ട് ഓരോന്ന് മനസ്സിൽ പറയുകയാണ്. കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ, ഇതെന്താ സ്വപ്നം കാണുകയാണോ? എവിടെയോ ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നോ ഒരു സംശയം. ഈ മനസ്സിലുള്ളതേ വൈകാതെ ഞാൻ പുറത്ത് ചാടിക്കുന്നുണ്ട്. പിന്നെ നീയല്ല നിന്റെ തന്ത ശങ്കരമേനോന്ന് വിചാരിച്ചാലും എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയൊന്നും പുറത്തു വരില്ല. അപ്പോൾ മനസ്സിൽ എന്തോ ഒന്നുണ്ടെന്ന് സമ്മതിച്ചു അല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല ലച്ചു എന്നും പറഞ്ഞ് കിഷോർ മുഖത്ത് ഗൗരവം വരുത്തി സോഫയിൽ കണ്ണടച്ച് കിടന്നു. കിച്ചുവേട്ടാ. കിച്ചുവേട്ടാ, ഉറങ്ങിയോ? ഉറങ്ങിയാ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. നീ കാര്യം പറ ലച്ചു. എന്നെ നാളെ ഒന്ന് എൻ്റെ വീട് വരെ കൊണ്ടുപോവോ? എനിക്ക് എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കിച്ചുവേട്ടാ, ഉറങ്ങിയോ? അവൾ വീണ്ടും ചോദിച്ചു. എൻ്റെ ലച്ചു, നിനക്ക് വായിച്ചു കഴിഞ്ഞെങ്കിൽ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യായിരുന്നു. വായന കഴിഞ്ഞോ ആവോ? അവൾ പതിയെ മൂളി. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലേ? എൻ്റെ ലച്ചു, നിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ, അല്ലാതെ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. കൊണ്ടുപോവാം പോരെ, ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞവൻ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണടച്ച് കിടന്നതും ലച്ചുവും കണ്ണടച്ച് കിടന്നു. കിഷോർ മനഃപൂർവ്വം ഇത്തിരി ഗൗരവം നടിച്ചതാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം അവളുടെ മുഖത്ത് ആ പഴയ പ്രസരിപ്പും കുസൃതി നിറഞ്ഞ സംസാരവും വന്ന് നിറയുന്നത് അവന് കാണാൻ കഴിഞ്ഞിരുന്നു. ഇനിയും അവളോട് സംസാരിച്ചിരുന്ന താൻ പരിസരം മറന്ന് അവളെ നോക്കിയിരുന്നു പോകുന്ന അവനറിയായിരുന്നു. അതിനുവേണ്ടി മനഃപൂർവ്വം ഉറക്കം നടിച്ച് കിടന്നതാണ്. അന്ന് പതിവിലും അധികം കിഷോറിൻ്റെ മനസ്സ് സന്തോഷത്താൽ പൂത്തുലഞ്ഞു. പിറ്റേന്ന് കിഷോർ ലക്ഷ്മിയും കൂട്ടി മേലെടുത്ത് ചെന്നു. ശിവനും ബാലും ഇപ്പോഴും കിഷോറിനോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല എങ്കിലും ലക്ഷ്മിയുടെ ബാക്കിയുള്ള ഏട്ടന്മാർക്ക് കിഷോറിന് വലിയ കാര്യമാണ്. വെറും ദിവസങ്ങൾ കൊണ്ട് ലക്ഷ്മിയിൽ വന്ന ചെറിയ മാറ്റം ഏട്ടന്മാരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അവർക്ക് കിഷോറിനോട് നന്ദി പറയണം എന്നുണ്ടായാലും അത് ചിലപ്പോൾ അവൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അവർ മൗനം പാലിച്ചു. ആരുമായും കിഷോർ അധികം സംസാരിക്കാൻ നിന്നില്ല. എല്ലാവരിൽ നിന്നും ഒരകലം അവൻ ഇപ്പോഴും പാലിക്കുന്നുണ്ട്. അന്ന് ബാലുവും ശിവനും കൂടിയാണ് കിഷോറിനെ തല്ലിയത്. അന്നവൻ്റെ പ്രായം വെറും 22 മാത്രമായിരുന്നു. അന്നവരെ തിരിച്ച് തല്ലാനോ എതിർക്കാനോ കഴിയാഞ്ഞിട്ടല്ല, അത്രയും നാൾ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടവരെ തിരിച്ചു തല്ലാൻ അന്നവൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അവളുടെ ഏട്ടന്മാരെ തല്ലിയ ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റില്ല എന്നവൻ അറിയാമായിരുന്നു. അവൾക്ക് വേണ്ടിയായിരുന്നു അന്നവൻ ആ ഇടി മുഴുവനും കൊണ്ടത്. അത്രയ്ക്കും അവളെ ഇഷ്ടമായിരുന്നു. ഒരു നോക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. എന്നിട്ടും അവൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. പഴയ ഓർമ്മകൾ ഒരിക്കൽ കൂടി അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴാണ് തോളിൽ ഒരു കരസ്പർശം അറിയുന്നത്. ശങ്കരമേനോനായിരുന്നു അത്. അയാളോട് മുഖം കറുപ്പിച്ച് നിൽക്കാൻ അവനായില്ല. അവൻ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താടോ താനിങ്ങനെ പുറത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഞങ്ങളോടൊക്കെ ഇപ്പോഴും ദേഷ്യമാണോ? അയാളുടെ വാക്കുകളിൽ ചെറിയ പരിഭവം കലർന്നിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല, എനിക്കിത്തിരി തിരക്കുണ്ട്. ലച്ചു വന്നാ പെട്ടെന്ന് പോവാന്ന് കരുതി. അത് കേട്ടതും അയാളൊന്ന് അമർത്തിമൂളി. കിച്ചുവിന് എൻ്റെ ലച്ചുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ശങ്കരൻ്റെ ചോദ്യം കിഷോറിൻ്റെ മനസ്സിനെ ആടി ഉലച്ച് കളഞ്ഞു. ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാവത്തോടെ കിഷോർ അയാളെ ഒന്ന് നോക്കി. ഞാനെങ്ങനെ അറിഞ്ഞു എന്നാവൂല്ലേ? എടോ, എൻ്റെ ലച്ചുവിനേക്കാൾ നിൻ്റെ മനസ്സ് പഠിച്ചത് ഞാനായിരുന്നു. നിങ്ങളുടെ പ്രായമൊക്കെയും കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത്.
അവളോട് നീ കാണിക്കുന്ന സ്നേഹവും കരുതലും സൗഹൃദവും എന്നിൽ ചില സംശയങ്ങൾ നിറച്ചിരുന്നു. അവൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ നിന്റെ ഇഷ്ടം നീ എന്നോട് വന്ന് പറയൂ എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അവളെ നിനക്ക് തരാനായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. എങ്കിലും അന്ന് എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചു. അവൾ അശോകിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. നിനക്കെന്ന് ഒരിക്കലെങ്കിലും അവളോട് പറഞ്ഞുകൂടായിരുന്നോ നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്? എങ്കിൽ അവൾ ഒരിക്കലും അശോകിന് വിവാഹം കഴിക്കണമെന്ന് പറയില്ലായിരുന്നു. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്നിക്കുമായിരുന്നു. പ്രണയമല്ലെങ്കിലും നിന്നെയും അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത്രയും പറഞ്ഞ അയാൾ നെടുവീർപ്പിട്ടു. ഞാൻ പറയാൻ പോയതാ. അപ്പോഴാണ് ലച്ചു എന്നോട് ഇങ്ങോട്ട് അശോകേട്ടൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഞാൻ എന്താ പറയാ? പക്ഷേ അവൾ എനിക്കങ്ങനെ വിട്ട് കളയാനൊക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അപകടം അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വന്നതും എന്ത് കുറവുണ്ടായാലും ഞാൻ അവളെ സ്വീകരിച്ചോളാം എന്നും പറഞ്ഞ് ഇവിടുത്തെ ഏട്ടന്മാരുടെ കാല് വീണതും. എന്നിട്ട് അവർ കേട്ടോ? സഹതാപം കൊണ്ടല്ല, അവളോടുള്ള പ്രണയം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവർക്ക് വലുത് അവരുടെ വാശിയായിരുന്നു, എൻ്റെ ഏട്ടനോടുള്ള വാശി. ആ വാശിക്ക് മുന്നിൽ ഇല്ലാതായത് 4 ജീവിതങ്ങളാണ്. അന്നെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ എൻ്റെ ഏട്ടൻ ഇന്നും ഞങ്ങളുടെ കൂടെ കാണുമായിരുന്നു. എന്ത് വില കൊടുത്തു ഞാൻ എൻ്റെ ലച്ചുവിനെ നേടുമായിരുന്നു. അവളുടെ സമ്മതം പോലും ഞാൻ അന്ന് നോക്കില്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. അവൾ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. അന്ന് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ പട്ടിയെപ്പോലെ അവിടെ ഇട്ട് തല്ലി. അന്ന് എൻ്റെ ശരീരത്തിനേറ്റ മുറിവിനേക്കാളും വേദന മനസ്സിനേറ്റ മുറിവിനായിരുന്നു. എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെയാണ് ഞാൻ അവരെ കണ്ടത്. എന്നിട്ടും കിഷോർ വാക്കുകൾ മുഴുവനാക്കിയില്ല. അതോടെ ആ പഴയ കിഷോർ മരിച്ചു പോയിരുന്നു. പിന്നെ എല്ലാവരോടും പകയായി, വെറുപ്പായി. അപ്പോഴും ലച്ചുവിനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മറ്റൊരു ജീവിതം വേണ്ടെന്ന് വെച്ചത്. ആർക്കും അറിയില്ലായിരുന്നു ഒന്നും. ആരും അറിയാനും ശ്രമിച്ചില്ല. അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മനസ്സുകൊണ്ട് ഞാൻ എന്നേ എൻ്റെ ലച്ചുവിനെ എൻ്റെ ഭാര്യയായി കരുതിയിരുന്നു. തൊട്ടടുത്തുണ്ടായിട്ടും പിന്നീട് എനിക്ക് അവളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ഒന്ന് കാണാൻ ഞാൻ എന്ത് മാത്രം ആഗ്രഹിച്ചിരുന്നെന്നോ. ഇപ്പോൾ ആരവിന് വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. അവൾ എൻ്റെ അരികിലെത്തിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുക. അവൾക്ക് വേണ്ടി വാശിയും വൈരാഗ്യവും എല്ലാം വേണ്ടെന്ന് വെച്ചു. പക്ഷേ ചിലതൊന്നും ഇപ്പോഴും നെഞ്ചിൽ നിന്ന് മാഞ്ഞു പോണില്ല. ഇത്രയും നാൾ ഉള്ളിലൊതുക്കിയ സങ്കടവും വേദനയും വാക്കുകളാൽ അയാൾക്ക് മുന്നിൽ പുറത്തു ചാടിയത് കിഷോർ പോലും അറിയാതെയായിരുന്നു. എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ എന്ന് ഹോസ്പിറ്റലിൽ വന്ന കാര്യവും അവരോട് ലച്ചുവിനെ തരുമെന്ന് ചോദിച്ചതോ നിന്നെ അവർ തല്ലിയതോ ഒന്നും എൻ്റെ അറിവോടെ ആയിരുന്നില്ല. സത്യം. ശങ്കരൻ അവൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. കിഷോർ ഒന്ന് മൂളി. ലച്ചു, അവൾ നിന്നോടിപ്പോഴും ബാക്കി ചോദിക്കാൻ ശങ്കരനായില്ല. അവൾക്കിപ്പോഴും എന്നോട് ആ പഴയ സ്നേഹമുണ്ട് എന്നും പറഞ്ഞ് അയാൾക്കൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. അയാളുടെ ചോദ്യങ്ങൾക്ക് ഇനിയൊരു പക്ഷേ തൻ്റെ പക്കൽ ഉത്തരമുണ്ടായെന്ന് വരില്ല എന്നും മനസ്സിൽ പറഞ്ഞ ശേഷം ലച്ചുവിനെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ ധൃതിയിൽ അകത്തേക്ക് നടന്നു. കിഷോർ ലക്ഷ്മിയുടെ മുറിയുടെ അകത്ത് കയറി ചെല്ലുമ്പോൾ അവൾ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ തുറന്നു വെച്ച വാർഡ്രോബിൽ നിന്നും എന്തോ ഒന്നെടുത്ത് അതിൽ പതിയെ വിരലോടിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് അവളുടെ പഴയ ചിലങ്കയായിരുന്നു എന്നത് അവൻ കണ്ടിരുന്നു. പണ്ട് മുതലേ നൃത്തം ലച്ചുവിൻ്റെ ജീവവായുവായിരുന്നു. തനിക്ക് മുന്നിൽ എത്രയോ തവണ അവൾ ചുവട് വെച്ചിട്ടുണ്ട്. ചിലങ്കയണിഞ്ഞ് അവളുടെ കാൽപാദങ്ങൾ കാണാൻ വല്ലാത്തൊരഴകായിരുന്നു. അവൾ ചിലങ്ക മെല്ലെ കുലുക്കി നോക്കി. അതിലൊന്ന് ചുംബിച്ച് നെഞ്ചോട് ചേർത്തു. അന്നേരം അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ആരുടെയോ കാലൊച്ചകൾ പിന്നിൽ നിന്ന് കേട്ടതും അത് കിഷോറാണെന്ന് തിരിച്ചറിഞ്ഞു ലച്ചു വേഗം ആ ചിലങ്ക എടുത്തെടുത്ത് വെച്ച് കണ്ണുകൾ അവൻ കാണാതെ മെല്ലെ തുടച്ചു. അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. കിഷോർ അന്നേരം അവളുടെ കലങ്ങിയ കണ്ണുകൾ കാണാത്ത പോലെ നടിച്ചു പെരുമാറി. കഴിഞ്ഞില്ല ലച്ചു? കഴിഞ്ഞു. കിച്ചുട്ടതാ ഇതിൻ്റെ മുകളിൽ ഒരു ബാഗുണ്ട്, അതൊന്ന് എടുത്തു തരാവോ? അതൊക്കെ എന്തിനാ എൻ്റെ ലച്ചു? അതിൽ നിറയെ ബുക്സാണ്, അതിൽ നിന്ന് കുറച്ച് എടുക്കാനാ എന്നവൾ പറഞ്ഞത്. കിഷോർ ശരിയെന്നും പറഞ്ഞ് ബാഗ് എടുത്തതും അതിലുണ്ടായിരുന്ന എന്തോ ഒരു പൊടി അവൻ്റെ കണ്ണിൽ വീണു. കയ്യിലെ ബാഗ് താഴെ വെച്ച് കണ്ണുകൾ കൈകൾ കൂട്ടി തിരുന്നവനെ കണ്ടതും ലച്ചു കാര്യം തിരക്കി. കണ്ണിലെന്തോ കരട് പോയെന്നാ തോന്നണേ എന്നും പറഞ്ഞവൻ വാഷ്റൂമിൽ ചെന്ന് മുഖം കഴുകി വന്നു. വീണ്ടും കണ്ണമർത്തി തിരുമുന്നതും കണ്ണാടിയിൽ നോക്കുന്നതും കണ്ട് ലക്ഷ്മി എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി. കണ്ണ് ചുവന്നു വന്നിട്ടുണ്ട്. അത് കണ്ട ലച്ചു അവനോട് ബെഡിലിരിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞപ്പോൾ എന്തിനാ ഏതിനാ എന്നൊന്നും അവൻ അന്വേഷിച്ചില്ല. അവന് കണ്ണ് നല്ലോണം നീറുന്നുണ്ടായിരുന്നു. ലക്ഷ്മി വീൽ ചെയർ സ്വയം ഉരുട്ടി ബെഡിലിരിക്കുന്നവൻ്റെ അരികിലെത്തി. ഒന്ന് ഇങ്ങോട്ട് മുഖം അടുപ്പിക്ക് കിച്ചുവേട്ടാ, ഞാൻ ഊതിത്തരാം ലച്ചു പറയുന്നത് കേട്ടതും അന്നേരം അവൻ മറ്റൊന്നും ഓർത്തില്ല.
ലച്ചു അവൻ്റെ കണ്ണ് തൻ്റെ ഇരു കൈയാലെ പിളർത്തി പിടിച്ച് നല്ലപോലെ ഊതി കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയ കിഷോർ കണ്ണ് ശരിക്കും തുറന്നു നോക്കിയതും അവൻ കാണുന്നത് ഒരിഞ്ച് അകലത്തി തൻ്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ലച്ചുവിനെയാണ്. അവളുടെ നിശ്വാസം അവൻ്റെ മുഖത്ത് തട്ടുന്നതറിഞ്ഞതും അവൻ ഒരു വേള ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. അവൻ്റെ ഹൃദയതാളം പൊടുന്നനെ ഉയർന്നു. ഇരുവരുടെയും കണ്ണുകൾ ആ നിമിഷം തമ്മിൽ കോർത്തു. അവളുടെ പിടയ്ക്കുന്ന മിഴികളിലെ സൗന്ദര്യം അവൻ ഇമ്മച്ചിമാതെ നോക്കി നിന്നു. ഈ നിമിഷം ഒരിക്കലും അവസാനിക്കരുതേ എന്നവൻ ഒരു വേള ആശിച്ചു പോയിരുന്നു. എന്തോ ഓർമ്മ വന്ന പോലെ ലച്ചു അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു. അന്നേരം അവളിൽ പരവേശം നിറഞ്ഞിരുന്നു. അത്രയും അരികിൽ അവനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ചമ്മൽ. അതിനും അപ്പുറം എന്തിനെന്നറിയാതെ ഹൃദയം ശക്തിയായി മിടിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇരുവർക്കും ചമ്മൽ കാരണം മുഖത്ത് നോക്കാനായില്ല. രണ്ടുപേരും മുഖം തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ തുടങ്ങി. ലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആരും അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. കിഷോറിൻ്റെ കണ്ണിലേക്ക് ഊതിക്കെടുക്കുന്ന സമയത്താണ് ആരുവിൻ്റെ വരവ്. വാതിൽക്കൽ നിന്ന് നോക്കിയാൽ ലക്ഷ്മി കിഷോറിന് ഉമ്മ വെക്കുകയാണെന്നേ തോന്നുള്ളൂ. അത് കണ്ട ചമ്മലിൽ ആരും അവർ തന്നെ കണ്ടില്ലെന്ന സമാധാനത്തോടെ അവിടെ നിന്ന് തിരികെ പോയി. ഞാൻ കണ്ടു എന്നത് അവർ കണ്ടിരുന്നുവെങ്കിലോ? അയ്യേ, ആകെ നാണക്കേടായനെ. ഞാൻ എന്ത് പൊട്ടിയല്ലേ. ഇനിയിപ്പോൾ പഴയ പോലെ ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എന്നാലും എന്ത് രസാ രണ്ടുപേരെ അങ്ങനെ കാണാൻ. കൃഷ്ണ, അവരെ എത്രയും പെട്ടെന്ന് ഒന്ന് ഒന്നിപ്പിക്കണേ. എൻ്റെ ചെറിയച്ഛൻ്റെ പ്രണയം ലക്ഷ്മിയമ്മ അറിഞ്ഞാൽ മതിയായിരുന്നു. ആരും മനസ്സിൽ പറയാണ്. ജീവ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കാണുന്നത് നഖം കടിച്ചുകൊണ്ട് മുറിയിലെ ബെഡിൽ വന്നിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയും സ്വയം തലയ്ക്ക് കൊട്ടുകയും ഒറ്റയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്ന ആരുവിനെയാണ്. അവളുടെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് ജീവ അവളുടെ അരികിൽ ചെന്ന് തൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് ചീറ്റിയപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത്. അവനെ മുഖം വീർപ്പിച്ച് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ആദ്യ കൊച്ചിൻ്റെ കിളി പോയോ? എൻ്റെ കിളി പോയിട്ടൊന്നുമില്ല. അത് പിന്നെ ഞാൻ ആരും എന്തോ പറയാൻ വന്നതും പകുതിയിൽ വെച്ചത് വിഴുങ്ങി. അത് പിന്നെ ഒന്നുമില്ല, ഞാൻ പോണു എന്നും പറഞ്ഞ് അവൾ പോവാനൊരുങ്ങിയതും അവൻ അവളെ ഇടുപ്പിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. ഒന്നുമില്ലെന്ന് ജിച്ചേട്ടൻ വിട്ടേ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അങ്ങനെ നീ ഇപ്പോൾ പോണില്ല, പറ എന്താ സംഭവം? ജീവ വിടാൻ തയ്യാറല്ല. അത് ഇയാൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, അത്ര അറിഞ്ഞാൽ പോരെ എന്നും പറഞ്ഞ് അവനിൽ നിന്നുള്ള പിടി അയക്കാൻ നേരം ജീവ ഒന്നുകൂടി പിടിമുറുക്കി. നീ ഇപ്പം എങ്ങോട്ടും പോണില്ല, ഞാൻ നിന്നെ കുറച്ചു നേരം സ്നേഹിക്കാൻ പോവുക എന്നും പറഞ്ഞ് അവളുടെ മാറിൽ പിടിമുറിക്കും ടോപ്പിനുള്ളിൽ കൈകൾ ചലിപ്പിച്ചും കൊണ്ടിരുന്നു. എന്തോ അവൻ്റെ അന്നേരത്തെ പ്രവൃത്തി അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ ജിച്ചേട്ടാ വിട്ടെ, ഇങ്ങനെയാ സ്നേഹിക്കുക? ഇത് സ്നേഹമൊന്നുമല്ല, മറ്റു പലതുമാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒട്ടും അറിയില്ല. അവളുടെ വാക്കുകളിൽ കുസൃതി കലർന്നിരുന്നെങ്കിലും ആ പറഞ്ഞത് ജീവയ്ക്ക് അത്ര ദഹിച്ചില്ല. മറ്റു പലതോ? നീ എന്താണ് ഉദ്ദേശിച്ചത്? അവളിൽ നിന്നുള്ള പിടി അയച്ചുകൊണ്ട് ജീവ ചോദിച്ചു. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല എന്നും പറഞ്ഞ് അവൾ പോവാൻ ഒരുങ്ങിയെങ്കിലും ജീവ അതിന് സമ്മതിക്കാതെ അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ മേലെ അമർന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലല്ലേ, എങ്കിൽ എങ്ങനെയാ സ്നേഹിക്കുക എന്ന് നീ എനിക്ക് കാണിച്ചു താദ്യ എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിൽ ചുംബിക്കാൻ തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, ജിച്ചേട്ടന് സ്നേഹിക്കാൻ അറിയില്ലെന്ന്. ഇതുപോലെ അല്ലാതെ ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും പ്രണയിക്കാം. നിങ്ങൾക്ക് ഏത് നേരവും ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും വേണ്ടാത്ത ഭാഗത്ത് പിടിക്കാനും മാത്രമേ അറിയുള്ളൂ. എൻ്റെ ശരീരത്തിനോട് മാത്രമാണോ ഈ പ്രണയവും സ്നേഹമൊക്കെ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അവനെ ചെറുതായി വാശി പിടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവളത് പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണല്ലേ. ശരി, അപ്പോൾ എൻ്റേത് പ്രണയമല്ല കാമമാണല്ലേ. പിന്നെ എന്തിനാ വീണ്ടും എൻ്റെ അരികിലേക്ക് വന്നത്? നിനക്ക് വേണ്ടി നിൻ്റെ മുത്തശ്ശനും വല്യച്ഛന്മാരും ഒരു ചെറുക്കനെ കണ്ടുവച്ചിരുന്നില്ലേ? അവനെങ്ങ് കെട്ടായിരുന്നില്ലേ? അവനാകുമ്പോൾ രണ്ടുപേർക്കും കോളേജിലും വീട്ടിലും കണ്ണും നോക്കി പ്രണയിക്കായിരുന്നില്ലേ? ജീവയുടെ വാക്കുകളിൽ ദേഷ്യവും കുശുമ്പും കലർന്നിരുന്നു. ശരിയാ, അത് ഞാൻ അന്ന് ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഒരു കൊച്ചു വയറ്റിലുള്ള എന്നെ അയാൾ സ്വീകരിക്കുമോ? പോയി ചോദിച്ചു നോക്ക്. അവൻ്റെ സ്വഭാവം വെച്ച് സ്വീകരിക്കാതിരിക്കാൻ വഴിയില്ല. എന്നാ നാളെ തന്നെ ചോദിച്ചേക്കാം എന്നും പറഞ്ഞ് അവൾ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണ്. അങ്ങനെ ഇപ്പോൾ നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ധാരണകളുള്ള സ്ഥിതിക്ക് അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരുന്നോട്ടെ എന്നും പറഞ്ഞ് അവളുടെ കഴുത്തി കിടക്കുന്ന ഷോൾ വലിച്ചെറിഞ്ഞ് അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു. അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലും ഒരു കൈ അവളുടെ ചുരിദാറിൻ്റെ സിബിലും അമർന്നു. തൻ്റെ മേലെയായി കിടക്കുന്നവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി സിബ് വലിച്ചു താഴ്ത്തി അവളെയും കൊണ്ട് പിന്നെയും മറിഞ്ഞു. അവളുടെ മേലെയാണ് അവനിപ്പോഴുള്ളത്. അവളുടെ തോളിൽ നിന്നും ടോപ്പ് വലിച്ചു താഴ്ത്തി മാറിലേക്ക് മുഖം പൊടിച്ചതും ആരുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. ജിച്ചേട്ട വിട്, എന്തായത്? ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേ?
എനിക്കങ്ങനെ നേരവും കാലമൊന്നുമില്ല, ഇതാണ് എൻ്റെ പ്രണയം. അവളിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ജിച്ചേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, വിട്ടേ. എനിക്കും. ഞാൻ പറഞ്ഞതല്ല ആദ്യ, എന്നോട് വാശി പിടിക്കരുതെന്ന്. നീ അത് മറന്നുപോയോ? അതുകൊണ്ട് ഇത്തിരി സോഫ്റ്റായി പറ. ജിച്ചേട്ടാ വേണ്ടത് എങ്കിൽ വിടാം. അല്ലാതെ വിടില്ലെന്നാണോ? ആരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, ഒരിക്കലുമില്ല. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ ദേഹത്ത് അടിക്കാനും പിച്ചാനും തുടങ്ങി. അതവനിലെ വാശി ഒന്നുകൂടെ കൂട്ടി. അവൻ്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലൂടെ കടന്ന് അവളുടെ വയറിനെ തഴുകാൻ തുടങ്ങി. പറ ആദ്യ. ഇല്ല, പറയില്ല, അല്ലാതെ വിടുമെന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഒരു കടി കൊടുത്തു. അതവൻ്റെ വാശി പിന്നെയും കൂട്ടി. ആദ്യ പറയാൻ. ഇല്ല. അത് കേട്ടതും അവൻ്റെ കൈ അവളുടെ വയറിൽ നിന്ന് താഴേക്ക് ചലിക്കാൻ തുടങ്ങി. അവൻ്റെ കൈവിരലുകൾ അവളിലെ ആഴങ്ങളെ തേടിപ്പോയതറിഞ്ഞതും അവളൊന്ന് നീങ്ങിപ്പോയി. അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവിടെ ഒഴുകി നടന്നു. അന്നേരം അവൾക്ക് വേദനയാണ് തോന്നിയത്. കണ്ണ് നിറഞ്ഞു വന്നു. എന്നിട്ട് അവൻ പിടിവിട്ടില്ല. ഒരു കൈ മാറിൽ ഒഴുകി നടന്നു. ഒടുവിൽ സഹിക്കിട്ട് അവൾ അവൻ്റെ കവിളിലേക്ക് ആഞ്ഞു തല്ലി. അവളുടെ ആ പ്രവൃത്തി അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു വന്നു. അവൾ അടിച്ച കവിളിൽ കൈ ചേർത്ത് വെച്ച് അവൾക്ക് നേരെ കത്തുന്ന നോട്ടം സമ്മാനിച്ചു. വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. താൻ എന്താണ് ചെയ്തതെന്ന് പിന്നീടാണ് അവൾ തിരിച്ചറിയുന്നത്. ഡ്രസ്സ് നേരെയിട്ട് അവൻ്റെ അരികിലേക്ക് പോവാൻ നേരാണ് ജീവ ഡ്രസ്സ് മാറി വന്ന് അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഡോറും വലിച്ചടിച്ച് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഡോർ അടയുന്ന ശബ്ദം കേട്ട് അവൾ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചു പോയിരുന്നു. അവനോടൊരു സോറി പറഞ്ഞേക്കാം എന്ന് കരുതി പിന്നാലെ ചെന്നപ്പോഴേക്കും അവൻ്റെ വണ്ടി മുറ്റത്തെ ഗേറ്റ് കടന്നിരുന്നു.